ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ആ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കണം. ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലോഗറാണ്. ഗൂഗിളിൻ്റെ ബ്ലോഗ് വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഒരു ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ഗൂഗിളിൻ്റെ blogger.com പോകണം. www.blogger.com. ആ സൈറ്റിൽ നിന്ന് നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം ഫ്രീ ആയിട്ട്, ബ്ലോഗ്. ഓക്കെ, ഇതാണ് ആ വെബ്സൈറ്റ്. ഇവിടെ നിന്നാണ് നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. ഇത് ഇവിടെ ലാംഗ്വേജ് ഫ്രഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് യുവർ ബ്ലോഗ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം ക്രിയേറ്റ് യുവർ ബ്ലോഗ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആകും. അപ്പം നിങ്ങൾ മെയിൽ ഐ ഡി നിങ്ങളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെല്ലാം ജിമെയിൽ ഉണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും. അതായത് ഏത് ജിമെയിൽ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ബ്ലോഗ് ഉണ്ടാക്കേണ്ടത് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ ഉദാഹരണത്തിന് ഞാനിത് യൂസ് ചെയ്തു. എൻ്റെ ഒരു ജിമെയിൽ ഐ ഡി ആണിത്. ഇതിൽ ബ്ലോഗ് ഇല്ല, അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാണ്. പാസ്വേഡ് കൊടുക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ കൺഫേം ചെയ്യാനാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഗൂഗിൾ ഈ ജിമെയിലിൻ്റെ ഐ ഡി വെച്ചിട്ട് തന്നെ, ഈ പ്രൊഫൈലും ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലോഗർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് വീണ്ടും ഫ്രഞ്ചിലേക്ക് പോയിരിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് ആക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജിമെയിലിൻ്റെ ഐ ഡി വെച്ചിട്ട് തന്നെ ബ്ലോഗർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് പ്രിഫർ ടു പോസ്റ്റ് അണ്ടർ എ ഡിഫറെൻറ്റ് നെയിം, വേറൊരു പേര് വെച്ചിട്ട് ബ്ലോഗർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ജിമെയിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ഇനി കണ്ടിന്യൂ ടു ബ്ലോഗർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ ആ ഗൂഗിൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ബ്ലോഗർ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇത്രയേ ബ്ലോഗ് ഉണ്ടാക്കാൻ പണിയുള്ളൂ. ഇനി നമുക്കിവിടെ കാണാം ഡിഡ് യു നോ യു ക്യാൻ നൗ ഹൈലൈറ്റ് സെലക്ട്. ഇതൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും. ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മളുടെ ഓരോന്നാണ് പറയുന്നത്, വായിച്ച് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കാണാം ന്യൂ ബ്ലോഗ് ടൈറ്റിൽ കൊടുക്കണം. ഈ ടൈറ്റിലായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ പേജ്, ബ്ലോഗിൻ്റെ പേജിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ പേരായിരിക്കും കാണിക്കുക, ടൈറ്റിൽ. ഈ ടൈറ്റിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്താണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെക്കാം. ഞാനിപ്പോൾ വെക്കുന്നു. ഞാനിപ്പോൾ ജിമെയിൽ ഓപ്പൺ. ഓക്കെ, മലയാളം ഇസ്ലാമിക് സ്പീച്ച്. ഇതായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുക. വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ബ്ലോഗ് പേജിൽ ഹെഡിങ്, നിങ്ങളുടെ വെബ്സൈറ്റ് നെയിമല്ല, വെബ്സൈറ്റിൻ്റെ ഹെഡിങ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന. ഓക്കെ, ഇതാണ് ടൈറ്റിൽ.
ഈ ടൈറ്റിൽ വെച്ച് ഇനി അടുത്ത് നെക്സ്റ്റ് അഡ്രസ്സാണ്. അഡ്രസ്സ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇവർ വെബ്സൈറ്റ് ഇത് ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവർ വെബ്സൈറ്റ് തരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ www. നിങ്ങൾ അടിക്കുന്ന നിങ്ങൾ ഇവിടെ എന്ത് പേരാണോ വെക്കുന്നത് ആ പേരും അതിൻ്റെ കൂടെ .blogspot.com എന്നുണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് ഇസ്ലാം ജസ്റ്റ് PVI. ഇതിപ്പോൾ നമ്മൾ PVI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രസ്സ് വരിക pvi.blogspot.com എന്നാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേര് വെക്കുക, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ മറ്റൊരാൾക്ക് ഈ അഡ്രസ്സാണ് കൊടുക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റ് മറ്റൊരാൾ ഓണാക്കി നോക്കണമെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സായിരിക്കും അവർക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിത് വെച്ചു. അപ്പോൾ ഇവിടെ അവർ ചെക്ക് ചെയ്യും ഓൾറെഡി ഈ PVI ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ആയിരിക്കും. ഇവിടെ കാണിക്കും സോറി ദിസ് ബ്ലോഗ് അഡ്രസ് ഇസ് നോട്ട് അവൈലബിൾ. അപ്പം നമ്മൾക്ക് ആ PVI നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം മറ്റൊരാൾ അത് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നു PV ഇസ്ലാമിക്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക് ചെക്ക് ദിസ് ബ്ലോഗ് അഡ്രസ് ഇസ് അവൈലബിൾ. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം നമ്മളുടെ അഡ്രസ്സ് വരുന്നത് pvislamic.blogspot.com എന്നാണ്. ഈ അഡ്രസ്സാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈ അഡ്രസ്സ് ഇത് നമ്മൾ സെർച്ച് ബാറിൽ ഗൂഗിൾ പോയിട്ട് സെർച്ച് കഴിഞ്ഞാലും സെർച്ച് ബാറിൽ ഇൻ്റർനെറ്റ് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങളുടെ പേജ് ആയിരിക്കും അവിടെ ഓപ്പൺ ആവുക. ഇനി ഇവിടെ ഉള്ളത് ടെംപ്ലേറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ മോഡൽ പേജ്, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപോലെ നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. തീം ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, വേർഡ് ചേഞ്ച് ചെയ്യാം, വേർഡ് സൈസ് ചേഞ്ച് ചെയ്യാം, എല്ലാം ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിവിടെ സിമ്പിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിക്ചർ, വിൻഡോ, ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ സിമ്പിൾ സെലക്ട് ചെയ്തു. ക്രിയേറ്റ് ബ്ലോഗ്. ഇപ്പം നമ്മളുടെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാണ്. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കുറച്ച് ബ്ലോഗ്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് അവർ തന്നെ കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. എനേബിൾ ഓട്ടോമാറ്റിക് സ്പാം ഡിറ്റക്ഷൻ ഫോർ കമൻറ്റ്സ്. അതായത് നിങ്ങൾക്ക് അയക്കുന്ന കമൻറ്റ്സ് അവർ സ്പാം ചെയ്യുമെന്ന്, ആവശ്യമില്ലാത്ത കമൻറ്റ്സുകളൊക്കെ. ഇപ്പം നിങ്ങളുടെ ബ്ലോഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ബ്ലോഗ്, നിങ്ങളുടെ ID ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. PV ഇസ്ലാമിക് islamic.blogspot.com. കണ്ടോ, ഇപ്പം നമുക്കുള്ള വെബ്സൈറ്റായി, നമുക്കുള്ളൊരു പേജായി കഴിഞ്ഞു. ഒന്നുമില്ലാന്നേ ഉള്ളൂ. കണ്ടോ, നമ്മളുണ്ടാക്കിയിരിക്കുന്ന നമ്മൾ ടൈറ്റിൽ കൊടുത്തത് മലയാളം ഇസ്ലാമിക് സ്പീച്ച്. നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ ഗൂഗിൾ വെച്ചതായതുകൊണ്ട് നമ്മളുടെ ഗൂഗിൾ ID-യും ഇതും ഇവിടെ കാണിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒന്നുമില്ല, നോ പോസ്റ്റാണ്, ഇതിലൊന്നുമില്ല, കാലിയാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ചേർക്കണം. ഇവിടെ ഉണ്ട് ന്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് ആവുകയാണ്. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ന്യൂ പോസ്റ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ എന്താണോ നമ്മൾ പോസ്റ്റ് ചെയ്തിപ്പോൾ ഞാനിപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് മലയാളം സ്പീച്ചാണ്. ഓക്കെ,
നമുക്ക് അതിനെ പറ്റിയിട്ട് എന്ത് വേണമെങ്കിലും വേറെ ഇതിനെ പറ്റി നമുക്ക് ഇഷ്ടമുള്ള എന്തിനെ പറ്റിയും ഇടാം. നല്ല നല്ല ടിപ്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആഡ്സെൻസ് അപ്രൂവലായി കിട്ടും. അത് ഓരോന്നിനും ഓരോ ഇതുണ്ട്, അതിനനുസരിച്ചിട്ട് അവർ അപ്രൂവായി കിട്ടും. ഓക്കെ, അപ്രൂവായി കിട്ടാനുള്ള ടിപ്സ് വേറെ ഉണ്ട്. കാരണം ഒന്ന്, നമ്മുടെ വേർഡ്സ് കുറച്ച് കൂടുതൽ വേർഡ്സ് ഇടുക, ഫോട്ടോസ് ഇടുക, ഇടയ്ക്ക് വീഡിയോസ് ഇടുക. എപ്പോഴും ടൈപ്പ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് നമുക്ക് പാടില്ല. ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ AdSense അപ്രൂവൽ കിട്ടാൻ പണിയാണ്. പിന്നെ ഒരു 5, 10, ഒരു 15 പോസ്റ്റ് ഇടുമ്പോഴേക്ക് നിങ്ങൾക്ക് AdSense അപ്രൂവൽ കിട്ടിയിരിക്കും. ഒരു 5, 6 പോസ്റ്റ് ഇടുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി AdSenseൻ്റെ ഇത് കിട്ടും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ എഴുതുന്നു സിംസാറുൽ ഹക്ക് ഹുദവി വി സ്പീച്ച്. ഇവിടെ നമുക്ക് ഈ പോസ്റ്റിന് ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിന് ഇതുപോലെ ഒരു ടൈറ്റിൽ ഇപ്പം നമുക്ക് ഈ ഉസ്താദിൻ്റെ പേര് തന്നെ വയ്ക്കാം. സിംസാറുൽ ഹക്ക് ഹുദവി. ഓക്കെ, അപ്പോൾ സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറഞ്ഞ് നമ്മളൊരു ടൈറ്റിൽ കൊടുത്തിട്ട് നമുക്ക് സിംസാറുൽ ഹുദവിയെക്കുറിച്ച് കുറച്ച് വർണ്ണിക്കാം. സിംസാറുൽ ഹുദവി നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ആലിമാണ്. അങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ വെക്കാൻ പറ്റുമോ, നമുക്ക് എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ മലയാളത്തിലാകുമ്പോൾ AdSense അപ്രൂവായി കിട്ടുമെന്നുള്ള ചില ടൈമിൽ ഈ മലയാളത്തിന് AdSense അപ്രൂവായി കിട്ടത്തില്ല. പിന്നെ ഒന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ് പേജ് ഇതുണ്ടാക്കിയ ഉടനെ തന്നെ വെബ് പേജ് പബ്ലിഷ് ചെയ്യുക. കൂടുതൽ ആളുകൾ നോക്കുന്നതനുസരിച്ച് പെട്ടെന്ന് AdSense അപ്രൂവായി കിട്ടിയിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ലൈൻ വേണമെങ്കിലും, ഇനിയിപ്പോൾ സ്പെല്ലിങ് നമുക്ക് വേണമെങ്കിൽ ഹെഡിങ് ഇവിടെ ഉണ്ട്, ഹെഡിങ് കുറച്ച് ഇതിൽ കിട്ടും. ജസ്റ്റ് പോവുക. ഇനി എഴുത്തിന് കുറച്ച് കനം കൂട്ടണമെങ്കിൽ അതും നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ. ഇനി നിങ്ങളുടെ സ്പെല്ലിങ്സ്, നിങ്ങളുടെ റൈറ്റിംഗ് ഏത് കളറിലാണോ വേണ്ടത് അതും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഫോട്ടോസ്, നിങ്ങൾക്ക് ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് ചേർക്കാം, ഫോട്ടോസ് ചേർക്കാം, വീഡിയോസ് ചേർക്കാം. ഓക്കെ, ഗോട്ട് ഇറ്റ്, ക്ലോസ്. ഇനി ഫോട്ടോസ് ചേർക്കണമെങ്കിൽ ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലുള്ള ഫോട്ടോസുകൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ചേർക്കാം. ഇപ്പം ഞാനിത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് അതിൽ കൊടുക്കാം. Pictures. Just I put this one. ഈ ഫോട്ടോ എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ആഡ് സെലക്റ്റഡ്. ഫോട്ടോ ഇവിടെ സെലക്ട് ആയി. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ട് വെക്കാം. ഓക്കെ, ഇനി ഫോട്ടോയുടെ സൈസും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ സ്മോൾ, ലാർജ്, എക്സ് ലാർജ്, ഒറിജിനൽ സൈസ്. ഇനി ലെഫ്റ്റ് സൈഡിലാണോ വേണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ലെഫ്റ്റിലായി, സെൻട്രലാണ് വേണ്ടെങ്കിൽ സെൻട്രലായി, റൈറ്റിലാണ് വേണ്ടെങ്കിൽ റൈറ്റിലായി. നിങ്ങൾക്ക് ആ ഫോട്ടോനെ പറ്റി എന്തെങ്കിലും ക്യാപ്ഷൻസ് കഴിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അതായത് ഫോട്ടോ, മൈ ഫോട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാനല്ല കേട്ടോ, അത് വേറൊരാളാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്കിതുപോലെ തന്നെ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം. ഇവിടെ വീഡിയോ ഇൻസൈഡ് വീഡിയോ ക്ലിപ്പ് ഉണ്ട്. വീഡിയോ നമുക്ക് വേണമെങ്കിൽ വീഡിയോ നമ്മൾ കമ്പ്യൂട്ടറിലെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഫ്രം യൂട്യൂബിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ, മൈ യൂട്യൂബ് വീഡിയോസ്, എൻ്റെ യൂട്യൂബ് വീഡിയോസ്, ഇതൊക്കെ എൻ്റെ ഈ ഇതിൽ ഞാൻ. ഓക്കെ, ഇവിടെ ഏതാ, സിംസാറുൽ ഹക്കയുടെ
പ്രഭാഷണം തന്നെ നമുക്ക് ഇടാം. ആഡ് ചെയ്തു. ഇത് വേണമെങ്കിലും നമുക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇതും ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ലിങ്ക് ചേർക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി വേണമെങ്കിൽ കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഹൈലൈറ്റ് കളർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് പബ്ലിഷാണ്. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഷെയർ ഓൺ ഗൂഗിൾ പ്ലസ്. അതായത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലസിലേക്ക് ഷെയർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് ഈ വീഡിയോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, വേണ്ടെങ്കിൽ ക്യാൻസൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ക്യാൻസൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി എന്തായി കഴിഞ്ഞു, ഇവിടെ നിങ്ങളുടെ പേജിൽ നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നു, കണ്ടോ? നമ്മുടെ പേജിൽ ഫസ്റ്റ് തന്നെ ആ വീഡിയോ വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ അടിച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് വന്നിരിക്കുന്നു, ഫോട്ടോസ് വന്നു. ഇനി ഇവിടെ നിങ്ങളുടെ നിങ്ങൾ ഈ വെബ്സൈറ്റ് അവർക്ക് വേണേൽ കമൻറ്റ് ചെയ്യാം. ഈ ഫോട്ടോസിനെ പറ്റിയും ഇതിനെ പറ്റിയും അവർക്ക് കമൻറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. യൂസി, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ ജസ്റ്റ് www. നിങ്ങൾ ഏത് പേരാണോ വെച്ചത് ആ പേര് വെക്കുക. PV ഇസ്ലാമിക് സ്പീച്ച്, സോറി PV islamic.blogspot.com. some error. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ പോസ്റ്റ് വെബ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സ്പീച്ച് ഓവർവ്യൂ, നിങ്ങളുടെ പോസ്റ്റ് പബ്ലിഷ്ഡ് 1 ഒന്നാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണിക്കാം. ഇനി നിങ്ങൾക്ക് വ്യൂ ബ്ലോഗ് ഇവിടെയുണ്ട്. നിങ്ങൾക്കിനി ഇവിടെ നിങ്ങളുടെ സൈറ്റിലേക്ക് പോകണമെങ്കിൽ എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലമാണ്. സം എറർ, ജസ്റ്റ് 1 minute. ഓക്കെ, പേജ് ഓപ്പൺ ആയി കഴിഞ്ഞു. നമ്മൾ ചെയ്തതൊക്കെ ഇവിടെയുണ്ട്. സം എറർ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം ഫ്രീ ആയിട്ട്. ഇങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്ത് ആ ഡൊമൈനിലേക്ക് ഈ ബ്ലോഗ് സൈറ്റ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുക. ഈ .com നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്താണ് www, ഉദാഹരണത്തിന് www.pvi.com, .in, .net. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതുമായി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ pvi.blogspot.com അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് www. നിങ്ങളുടെ name.com. അപ്പോൾ നിങ്ങളുടെ ആളുകൾക്ക് ആളുകൾക്ക് അത് ഓപ്പൺ ആക്കാനും വെബ് പേജ് ഓപ്പൺ ആക്കാനും എളുപ്പമായിരിക്കും. പെട്ടെന്ന് അവർ ഓപ്പൺ ആക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ബ്ലോഗ് ഉണ്ടാക്കാം, ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എങ്ങനെ AdSense കണക്ട് ചെയ്യാം, AdSense എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ
AdSense കണക്ട് ചെയ്ത് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളത് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.